അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത് സുറാഖത്ത് ബിൻ മാലിക് ആയിരുന്നു. ബനു മിദ്ലജിലെ സുറാഖ ബിൻ മാലിക്. സുറാഖ ബിൻ മാലിക് നബിയെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും തെരഞ്ഞു വന്നിരിക്കുകയാണ്. ഖുറൈശികൾ കൊടുക്കാമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഇനാമിലാണ് സുറാഖയുടെ കണ്ണും മനസ്സും. സുറാഖ ഈ വിവരം അറിഞ്ഞത് ബനു മിദ്ലജ് ഗോത്രക്കാരുടെ ഒരു വിശ്രമ കേന്ദ്രത്തിൽ മക്കയിൽ. അവിടെ അവരെല്ലാവരും ഇങ്ങനെ ഇരുന്ന് പല വർത്തമാനങ്ങളും പറയുന്നതിനിടയിൽ ഒരാൾ പറഞ്ഞു, കടൽക്കരയുടെ ഭാഗത്തിലൂടെ ഒരു കൂട്ടം ആൾക്കാർ പോകുന്നത് ഞാൻ കണ്ടു. ഒരു പക്ഷേ മുഹമ്മദും സംഘവുമായിരിക്കാം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും സുറാഖക്ക് കാര്യങ്ങൾ ഓടി. അദ്ദേഹത്തിന് ഉറപ്പായി ഇതവരെന്നെയാണ്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ? ഇനാമ് കിട്ടാനുള്ള അല്ലെങ്കിൽ ഇനാമ് സ്വന്തമായി കിട്ടാനുള്ള താല്പര്യം കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഏയ് അതവരല്ല, അതാരാന്നറിയാമോ? അത് ഇന്നയാളും ഇന്നയാളും ഒക്കെയാണ്, ഞാൻ കണ്ടതാണ് അവരെ എന്ന് പറഞ്ഞു. സുറാഖ സമർത്ഥനാണല്ലോ, സുറാഖ തങ്ങളെക്കാൾ അറിവുള്ള ആളുമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ആ വർത്തമാനം മുന്നോട്ട് പോയില്ല. പക്ഷെ അതിൻ്റെ ഇടയിൽ എന്തോ ആവശ്യങ്ങളുണ്ട് എന്ന് വരുത്തിക്കൊണ്ട് സുറാഖ മെല്ലെ ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് നേരെ തൻ്റെ വീട്ടിലേക്ക് വിട്ടു. അവിടെ നിന്ന് കുതിരയെയും അഴിച്ച് ഒരു കുന്തവും എടുത്ത്, അറബികൾ പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന ആയുധങ്ങളെടുത്ത് നേരെ അയാൾ പറഞ്ഞ ആ സൂചനയുള്ള ആ സ്ഥലത്തേക്ക് കുതിച്ചു പാഞ്ഞു. കരുതിയ സ്ഥലത്തെത്തിയപ്പോൾ അവർ കണ്ടു ഒരു സംഘം ആൾക്കാർ മുന്നോട്ട് പോകുന്നു. അത് അവരെന്നെയാണ്, ഉറപ്പായി. ഉടനെ സുറാഖ എന്ത് ചെയ്തെന്ന് അറിയാമോ? ഞാൻ എന്ത് ചെയ്യണം എന്നത് ഏത് ഉദ്യമത്തിന് പോകുമ്പോഴും അവരുടെ മുമ്പിൽ ഒരു പ്രശ്നമാണ്. ദൈവത്തോട് ചോദിക്കാതെ, അസ്ലാമ് കൊണ്ട് പ്രശ്നം നോക്കാതെ അവരൊന്നും ചെയ്യില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന അസ്ലാം ഉപയോഗിച്ച് ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്ന് നോക്കി. ഞാനിവിടെ ഇവരെ പിടികൂടണോ എന്നാണ് ദൈവത്തോട് ചോദിക്കുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ മറുപടി നെഗറ്റീവായിരുന്നു. തങ്ങളുടെ താല്പര്യത്തിന് ദൈവം വിഘാതമായി നിൽക്കുമ്പോൾ അവർ സാധാരണ ചെയ്യാറുള്ളത് ദൈവത്തെ മാനിക്കില്ല എന്നാണ്. അതുകൊണ്ട് അദ്ദേഹം അതൊന്നും കാര്യമാക്കിയില്ല. അദ്ദേഹം നേരെ മുന്നോട്ട് പോയി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെയും നബിയുടെയും അടുത്തെത്തുമ്പോഴേക്കും, ഏതാണ്ട് ഒരു വിളിപ്പാട് അടുത്തെത്തുമ്പോഴേക്കും അത്ഭുതം, അദ്ദേഹത്തിൻ്റെ കുതിരയുടെ 2 മുൻകാലുകളും മണലിൽ ആണ്ട് പോയി. അദ്ദേഹത്തിന് അത്ഭുതമായി. പെട്ടെന്ന് അദ്ദേഹം ചാടിയിറങ്ങി കുതിരയുടെ കാലുകൾ വലിച്ചു കയറ്റി. എന്നിട്ട് പിന്നെയും കുതിച്ചു പാഞ്ഞു ഇവർ രണ്ടുപേരുടെ അടുക്കിലേക്ക്. കുതിര പിന്നെയും പായാൻ തുടങ്ങിയതും വീണ്ടും കാലുകൾ മണലിലേക്ക് ആണ്ടുപോയി. ഇത് സുറാഖ നേരിട്ട് അനുഭവിക്കുകയാണല്ലോ. അപ്പോൾ സുറാഖക്ക് മനസ്സിലായി ഇതിലെന്തോ സത്യമുണ്ട്. സത്യത്തിൽ മുഹമ്മദാണ് എൻ്റെ കുതിരയെ പിടിച്ചു കെട്ടിയിരിക്കുന്നത്, അതിൽ സംശയമില്ല. ഇതതിൻ്റെ ലക്ഷണമാണ്. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു അറിയാമോ? ഉടനെ കൈകൾ രണ്ടും ഉയർത്തി, അൽ അമാൻ അൽ അമാൻ, എനിക്ക് സുരക്ഷ നൽകണേ, എനിക്ക് അഭയം നൽകണേ എന്ന് വിളിച്ചു പറഞ്ഞു. യാത്രാ സംഘം അവിടെ നിന്നു. അവർ അദ്ദേഹം നബിയുടെ മുമ്പിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ പിടികൂടാൻ വേണ്ടി വന്നതാണ്, മുശ്രിക്കുകളുടെ ഇനാമിൽ ആഗ്രഹിച്ച് വന്നതാണ്. പക്ഷേ നിങ്ങൾ സത്യമാണ് എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തു വേണമെങ്കിലും ചെയ്യാം. നബി പറഞ്ഞു, നീ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. ഞങ്ങളെ കണ്ട കാര്യം നീ ആരോടും പറയാതിരുന്നാൽ മാത്രം മതി.
വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അദ്ദേഹം സമ്മതിച്ചു. അവിടെ നിന്ന് പിരിയുമ്പോൾ അദ്ദേഹത്തിന് ഒരാഗ്രഹം, മുഹമ്മദിൻ്റെ അവസ്ഥ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാണ് എങ്കിൽ ഈ മുഹമ്മദ് നാളെ പിറ്റേന്ന് അറേബ്യയിലെ രാജാവാകും. അതുകൊണ്ട് ഇതാണ് ഏറ്റവും പറ്റിയ സമയം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം രാജാവാകുന്ന കാലത്തേക്ക് വേണ്ടി സുറാഖ ചിലതെല്ലാം നബിയിൽ നിന്ന് ഇപ്പോൾ തന്നെ വാങ്ങണമെന്ന് ആഗ്രഹിച്ചു. സുറാഖ പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.